കോതമംഗലം നിർദ്ദിഷ്ട ആലുവ കോതമംഗലം റോഡിന്റെ അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗികമല്ലാത്തതുമാണ് ചൂണ്ടിക്കാട്ടി ഭൂവുടമകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച രംഗത്ത്. അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകൂവെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ സുതാര്യത പാലിക്കണമെന്നും ഭൂവുടമകളും വ്യാപാരികളും ആവശ്യപ്പെടുന്നു. ആലുവ മൂന്നാർ റോഡിന്റെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീടുകൾ ഇതിൽ നഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബൈപ്പാസ് തങ്ങളത്ത് നിന്ന് മലയങ്കിലേക്ക് വരുന്ന ഭാഗത്ത് വെച്ച് ബ്ലൂ മൂൺ ഓഡിറ്റോറിയം കഴിയുമ്പോൾ നേരെ ഒരു പുതിയ നിർമ്മാണ പ്രവൃത്തിയുണ്ട്. അവിടെ ഏതാണ്ട് 6ഓളം വീടുകൾ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ശരിക്കും അതിന് തിട്ടുപിറയിലൂടെ പോവുകയാണെങ്കിൽ വേക്കൻ ലാൻഡ് ഉണ്ട്. അതിലൂടെ ഈ ബൈപ്പാസ് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6 വീടുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏരിയൽ സർവേയുടെ ഭാഗമായി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഈ അലൈൻമെന്റ് തീർച്ചയായിട്ടും ഒരു ജനവിരുദ്ധ അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടേറെ പേർക്ക് കഷ്ടത ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അത് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ അതിനെപ്പറ്റി ഒരു നടപടി ഉണ്ടായതായി ഞങ്ങൾക്ക് അറിവില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഈ ബൈപ്പാസ് കുറച്ചുകൂടി വീതി കൂട്ടി പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ കോതമംഗലത്തും മറ്റ് റിംഗ് റോഡുകൾ ഉൾപ്പെടെ എല്ലാം പ്രാവർത്തികമാകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുതിയ റോഡ് വേണമെന്ന് തന്നെയില്ല. ഉള്ള ആ ബൈപ്പാസ് വീതി കൂട്ടി പോയാൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ആവശ്യം വളരെ നല്ല രീതിയിൽ നടപ്പാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ മാർലി ബേക്കറി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഈ ബൈപ്പാസ് വരുന്നത് വഴി ഞങ്ങളുടെ സൈഡിൽ ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്ന എൻ്റെ ബേക്കറിയുടെ 3 ഷട്ടർ ഫുള്ളായിട്ട് പോകും. ആ ബൈപ്പാസ് വരുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ടാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഒഴിവാക്കി തരാൻ സാധിക്കും. അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാർക്കിങ് എന്നുള്ള സൗകര്യങ്ങളില്ല. കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കോമ്പൻസേഷൻ തരുന്ന കാര്യം ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. എത്ര കിട്ടുമെന്നോ നാഷണൽ ഹൈവേയുടെ റോഡ് എടുത്തു പോകുന്ന പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വളരെ ചെറിയ തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ആലുവ മൂന്നാർ റോഡിൻ്റെ ഇപ്പോഴത്തെ ഈ അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണ്. ഇവിടുത്തെ 100 കണക്കിന് കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലാണ് വരുന്നത്. ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്തൊക്കെ നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ പൊളിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുമാത്രമല്ല എത്ര കാലം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നറിയില്ല. വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ ഇതിൻ്റെ ഫെയർ വാല്യൂ ഞങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ എങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അല്ലാതെ എല്ലാം ഹൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴൊന്നും വ്യക്തമായൊരു മറുപടി നമുക്ക് തരാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യോഗത്തിൽ അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെയും KRFBയുടെയൊക്കെ തിരുവനന്തപുരത്തുള്ള ഓഫീസുകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി പലവട്ടം ഇതിൻ്റെ അശാസ്ത്രീയമായ അലൈൻമെൻറ്റ് പരിഹരിക്കണം. ഇവിടെ ഈ റോഡ് വികസനത്തിന് ഞങ്ങൾ എതിരല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇവിടെ ഈ ആലുവ മൂന്നാർ വികസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനൊരു തർക്കമില്ല. പക്ഷെ അതിൽ കുറേ അപാകതകളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ ആഗ്രഹിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.